ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു BR റാങ്കഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇന്നാണെങ്കിൽ ഞാൻ ക്യാരക്ടർ സ്കില്ല് മാറ്റിയിട്ടോ. ക്യാരക്ടർ സ്കില്ല് ഞാൻ ക്ലൂ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇട്ട്. കാര്യം അതാവുമ്പോൾ എനിമീസ് എങ്ങോട്ട് പോകുന്നത് കാണാൻ പറ്റും. നമുക്കാണെങ്കിൽ എനിമീസ് എവിടെ നിന്ന് കാണാത്ത പ്രശ്നമാണ്. ഇവിടെ ആണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ കുറേ എനിമീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോളോ മാച്ചാണ്. സോളോ സ്ക്വാഡ് മാച്ച് കളിക്കണമെന്നുണ്ട്. റാങ്ക് കൂടിയോണ്ട് ഇനി പേടിയാണ് അങ്ങനെ കളിക്കാൻ. റാങ്ക് എങ്ങാനും കുറഞ്ഞാലോ. നോക്കുമ്പോൾ ഒരു എനിമി ഇറങ്ങി അവനങ്ങ് അടിക്കാൻ നോക്കി. അവൻ അവിടെ നിന്ന് എസ്കേപ്പായി. വേറെ എനിമി ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ സ്കോപ്പ് ചെയ്തപ്പോൾ കാണുന്നില്ല. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഗരേന അത്രക്കും അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അടിക്കാൻ നോക്കി കഴിഞ്ഞ കളി പോലെയല്ല ഗൈസ്. ഹെഡൊന്നും കയറുന്നില്ല. പക്ഷെ നമ്മൾ ഹെഡ്ഷോട്ട് അടിച്ചിട്ടിട്ടോ. ഈ ഗണ്ണാണെങ്കിൽ ഞാൻ ചിപ്പ് ഇല്ലാതെ തന്നെ ഞാനിതിനെ അപ്ഗ്രേഡ് ചെയ്ത് ലെവൽ 1 എത്തിച്ചിട്ടുണ്ട്. ലെവൽ 1 അതിനെന്താ പറയാൻ എനിക്കറിയില്ല. 1 എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു M16 ഇത് മെഷീൻ ഗണ്ണാണ്. UMP റീലോഡ് ചെയ്യാനുള്ള മടിക്കാണ് ഗൈസ് വേറെ UMP എടുത്ത് വെച്ചേക്കുന്നത്. നമുക്കാണ് ഈ സാധനം കിട്ടി. ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിയ കോടാലി ആണെങ്കിൽ വേറെ എനിമി അടിക്കുന്നുണ്ടായിരുന്നു. ഗ്ലൂ വാൾട്ട് കവർ ചെയ്ത് അവന് ഹെഡ് ഷോട്ട് അടിച്ച് കുറച്ച്. പക്ഷെ അത് ബോട്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച റിയൽ പ്ലെയർ ആണെന്ന്. കാരണം എൻ്റെ ആ ഓട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് റിയൽ പ്ലെയർ ആയിരിക്കും, വലിയ സംഭവമായിരിക്കും വിചാരിച്ച്. ഒരു താങ്ങി ഉണ്ടായിരുന്നില്ല. മറ്റവനാണെങ്കിൽ ഞാൻ നല്ലൊരു ഹെഡ് ഷോട്ടിനെ അടിച്ചിട്ടോ. മറ്റവന് കുറച്ച് ഉപകാരം ഉണ്ടായി. ഹെഡ് ഷോട്ടിനൊക്കെ നിന്ന് തന്നു നല്ല പ്ലെയർ. ഇത് ബോട്ടാണെന്ന് എനിക്ക് 100% ഉറപ്പില്ല. പിന്നെ അടിച്ചിട്ട് ബോട്ട് തന്നെയായിരുന്നു. അത് ഹെഡ് ഷോട്ടാണ് അടിച്ചിട്ട്. ഈ ഒരു മാച്ചിൽ എത്ര കില്ലും കാര്യങ്ങളും എടുക്കുമെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഈ ഒരു മാച്ച് ഹിറ്റ് ലിസ്റ്റ് തപ്പുന്നുണ്ട്. ലിസ്റ്റ് ഉണ്ടാവോ ഇല്ലയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് തന്നെ എമോയും കാര്യങ്ങളും എടുക്കുന്നില്ല. UMP മാറ്റാനൊരു പ്ലാനും ഇല്ല ഗൈസ്. UMP വെച്ച് തന്നെയാണ് ഈ മാച്ച് മുഴുവനായിട്ടും കളിക്കാൻ പോകുന്നത്. ബൈസൺ കിടപ്പുണ്ട്. ബൈസൺ എടുത്താലോ എന്ന് ആലോചിച്ച് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. ഈ ഒരു പവർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിമി ഇടയ്ക്ക് പോയാലും എനിക്ക് കാണാൻ പറ്റുന്നിട്ടാണ്. കുറച്ചടിച്ചപ്പോഴേക്കും ചത്തു. അതെന്താ അങ്ങനെ? 200 HP ഉണ്ട്, എന്നിട്ടും കുറച്ചടിച്ചപ്പോൾ ചാവുകയാണെങ്കിൽ അത് ബോട്ടാന്ന് മനസ്സിലാക്കുക. അല്ലാതെ അങ്ങനെ എന്താ പറയുക, എലിമിനേറ്റ് ആവില്ലല്ലോ. ഇപ്പോൾ നോക്കുമ്പോഴാണ് ഹിറ്റ് ലിസ്റ്റ് ഇല്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാൽ. പിന്നെ ഞാൻ ചിപ്പ് വാങ്ങുന്നില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കൂടി കഴിയാനാണ്. ഇനി വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ചുറ്റികേൻ്റെ പവർ യൂസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് 2 ഗണ്ണും. UMP വെച്ച് തന്നെയാണ് ഈ മാച്ച് മൊത്തം കളിക്കാൻ പോകുന്നത്. അതിലൊരു കോംപ്രമൈസും ഇല്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ എൻ്റെ HP ഈ ഒരു ക്യാരക്ടർ സ്കിൽ എത്ര സെക്കൻഡ് കൊണ്ട് മാറുമെന്ന് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ മാറിയ പാടെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കണം. കാരണം എൻ്റെ അടുത്ത് നല്ല എനിമീസ് ഉണ്ട്. അപ്പം അങ്ങനെ അടിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു പുതിയ വീടിൻ്റെ ഇവിടെ വന്നപ്പോഴാണ് അവിടെ ഒരാൾ പോലും ഇല്ലയെന്ന് എനിക്ക് തോന്നി. അതാണ് പിന്നെ ഞാൻ നേരെ മുകളിലോട്ട് കയറുന്ന പീക്കിൻ്റെ സൈഡിലോട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലാഗ് അടിച്ച് എന്താണെന്നറിയില്ല ഗൈസ്. ഈ ഫോണിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കളിച്ചാൽ തന്നെ ലാഗ് അടിക്കും. അപ്പോഴാണ് ഈ ഒരുത്തൻ ചത്ത് വീണ്. അപ്പോൾ എന്തായാലും അവൻ ബോട്ടല്ല. ആ ചത്തോൻ ബോട്ടാണെങ്കിലും അടിച്ചു കൊന്ന ബോട്ടല്ലല്ലോ. ഇപ്പോൾ അടിച്ചു കൊന്ന എന്തായാലും ബോട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. റാങ്ക് ഇത്രയൊക്കെ ആയില്ല, അതുകൊണ്ട് എന്തായാലും ബോട്ടല്ല. ഇപ്പം ഞാൻ കറൻ്റ്ലി റാങ്ക് ഉള്ളത് എന്താ പറയുക, പ്ലാറ്റിനം 2 എത്തിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഫസ്റ്റ് ഇത് കഴിയട്ടെ. ഈ ഒരു ടൈമിൽ ഞാൻ പ്ലാറ്റിനം എത്തുന്നുള്ളൂ ഈ വീഡിയോയിൽ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഞാനിപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതാണ് സംഭവം. ഞാൻ ഈ മെഷീൻ ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ വരുന്ന എനിമീസിനൊക്കെ അടി കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് എനിമീന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്താ പറയുക, മാക്സിമിൻ്റെ പവറും പിന്നെ ഈ ഒരു മോക്കോൻ്റെ പവർ ഇട്ടിട്ടുണ്ട്. മോക്കോൻ്റെ പവർ ആ കോബ്ര വണ്ടിൻ്റെ ആ ടൈമിൽ വന്ന ആ ക്യാരക്ടറിൻ്റെ പവറോ ഏതോ ഒന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ലെവൽ 3 ആക്കി. ഇഗണിങ് ഫുൾ പവർ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ കളിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ പീക്കിൽ തന്നെ കറങ്ങണം. ഈ പീക്കിലുള്ള എല്ലാ എനിമീസിനെ അടിച്ച് കൊല്ലണമെന്ന പ്ലാനിൽ വന്നപ്പോഴേക്കും അടുത്ത എനിമിനെ കണ്ട് അവനെ കഴിഞ്ഞ കളി പോലെ തന്നെ ഹെഡ് ഷോട്ട് കടിക്കാൻ നോക്കി. പക്ഷെ ഒറ്റൊന്നും കൊള്ളുന്നില്ല. എനിക്കറിയുന്ന ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഹെഡ് ഷോട്ട് അടിക്കുന്നത്. അല്ലാതെ ഞാൻ എയിം ചെയ്ത് അടിക്കാൻ അത്രക്ക് കളിക്കാൻ അറിയുന്ന പ്ലെയറൊന്നും അല്ല കേസ്. ഞാൻ ഹിറ്റ് ലിസ്റ്റ് വന്നോ നോക്കി. ഹിറ്റ് ലിസ്റ്റ് വന്നാൽ ഞാൻ ഹിറ്റ് ലിസ്റ്റ് എടുക്കും. കാരണം അപ്പോൾ പിന്നെ എനിമിനെ അതിനെ തേടി പിടിച്ച് അങ്ങനെ കൊല്ലും. അത് പ്രത്യേക സുഖം തന്നെയാണ്. അതെടുത്ത് കളിക്കുന്നവർക്കറിയാം. ചിലവർക്കൊക്കെ ഇത് എടുക്കാൻ പേടിയാണ് കേട്ടോ. പിന്നെയാണ് ഞാൻ വിചാരിച്ച് കുതിര ഒന്ന് ഓടിക്കണം. കുതിര ഓടിച്ചിട്ട് ഞാൻ ജേറ്റ് ഓടിച്ച് വീഡിയോ ഇട്ടിട്ടില്ല. അതുകൊണ്ട് കുതിരയിട്ട് നമുക്ക് എന്താ പറയുക, ഓട്ടോ പൈലറ്റ് മോഡിലിട്ടാൽ നമുക്ക് ഇങ്ങനെ ഓടാനൊക്കെ പറ്റും. പിന്നെ ചാടാൻ പറ്റും, നിന്ന് ചാടാൻ പറ്റും.
അവിടെ നിന്നുകൊണ്ട് തന്നെ ഇതാക്കാൻ പറ്റും. പിന്നെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ചാടാൻ പറ്റും. അങ്ങനെ കുറേ പവറുണ്ട്. ഈ സാധനം ഇട്ടപ്പോഴേക്കും അവിടെ കണ്ട എനിമിനെയാണ്. അതുകൊണ്ട് എനിക്ക് അടിച്ചിടാൻ പറ്റി. അല്ലെങ്കിൽ അടിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് ഡാമേജ് കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ആ എനിമിനെ കാണത്തില്ലായിരുന്നു. ഈ യൂസ് ഞാൻ ഒഴിവാക്കണം. യൂസ് ഭയങ്കര ശല്യമായി കൊടുക്കുകയാണ്. ഈ റിവൈവൽ പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്ത് കാര്യം. റിവൈവൽ പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്താൽ എന്താ പറയുക, 2 ലൈഫൊക്കെ ഉണ്ടാവും. നേരത്തെ അടിച്ചിട്ട എനിമിനെ ഇത് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതായത് ഈ കുതിര വന്നിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. പക്ഷെ എനിക്കിതൊരു ബാലൻസ് കിട്ടുന്നതന്നെയല്ല. ഈ എനിമിനെ മുന്നിൽ കൂടെ ഒക്കെ ഞാൻ പെടുന്നത്. എങ്ങനെ അടിക്കാനാണ് ഞാൻ പിന്നെ അങ്ങനെയൊക്കെ അടിച്ച് കുത്തി കുടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ചാടി കൊണ്ടിരിക്കുകയാണ് കൈ ഓടുന്നത്. ഈ വീണ്ടും ടോക്കൺ കണ്ട് അത് തന്നെ അറുത്തി മൂത്തിട്ടാണ് അത് ഇപ്പോൾ എടുക്കുന്നത്. 300 ടോക്കണൊക്കെ വെറുതെ ആക്കി. ഇനിയിപ്പോൾ പിന്നെ ഈ കുതിരമ എടുക്കണം. കാരണം ഞാൻ നോക്കുമ്പോൾ ഈ കുതിരമേൽ HP കൂടുന്ന സംഭവം കണ്ട്. അത് കുതിരൻ്റെ HP ആണോ അത് എൻ്റെ HP കൂട്ടിത്തരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇനി കുതിരനെ കൊണ്ട് ചാടി ഓടുന്നൊക്കെ ഉണ്ട്. വേറെ ലെവലാണ് കുതിര. തോന്നുന്നു ഏറ്റവും ഫാസ്റ്റ് കുതിരയാണെന്ന് തോന്നുന്നുണ്ട്. കാര്യം കാറാണ് ഏറ്റവും ഫാസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കുതിരയാണെന്ന് തോന്നുന്നുണ്ട് ഏറ്റവും ഫാസ്റ്റ്. കാരണം ഇതിൽ ചാടാനും പറ്റും. പിന്നെ കുതിര ഓൾറെഡി സ്പീഡാണല്ലോ, അങ്ങനെ സ്പീഡിൽ പോവാണ്. ഇപ്പം നമുക്ക് ടോട്ടൽ 10 കില്ലായിട്ടുണ്ട്. വെറുതെ ഞാൻ നിർത്തി ആ ടോക്കണൊന്ന് പൊട്ടിക്കാൻ വേണ്ടി. പക്ഷേ കുതിരൻ്റെ കാല് തട്ടി അത് ചവിട്ടി പൊട്ടിച്ചത് ആ സാധനം. അങ്ങനെ ഇവിടുത്തെ ടോക്കണും കൂടി എടുക്കുന്നുണ്ട്. ഇത്രയും ടോക്കൺ വാരി കിട്ടി എനിക്കൊന്നും വാങ്ങാനില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് ഈ വേറൊരു കുതിര കിടപ്പുണ്ട്. നമുക്ക് അവിടെ ഈ കുതിരനെ എന്താ പറയുക പാർക്ക് ചെയ്ത് വെക്കുക. പാർക്ക് ചെയ്ത് എന്ത് കാറോ നമുക്കിവിടെ എന്താ പറയുക നിർത്തിയിടാം. പിന്നെയും കാറ് ഞാൻ അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് തമ്പനിയിലിടാൻ. അതിനെ ഇനിയിപ്പോൾ എന്താ പറയുക അടുത്ത എനിമി എന്തായാലും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അടുത്ത എനിമി ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാര്യം ഇവിടെ ഓൾറെഡി സോണൊക്കെ വന്ന് ആ ഒരു ഡാമുള്ള സൈഡിലായിരിക്കും ഇനിയുള്ള എനിമീസൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെഷീൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ഗ്ലൈഡർ കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ച് ഗ്ലൈഡർ ഇനി ഇല്ലയെന്ന് വിചാരിച്ചപ്പോഴേക്കും പിന്നത്തെ കളി നമുക്ക് ഗ്ലൈഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്ലൈഡർ കുറേ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചത്ത. പിന്നെ കാര്യം ഗ്ലൈഡറിൽ പറക്കുമ്പോൾ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കുതിരൻ്റെ അത് അങ്ങനെയല്ല കേട്ടോ. നോക്കുമ്പോൾ ഇവിടെ ഒരു എനിമിനെ കണ്ട. അത് ഈ ഒരു പവർ ഉണ്ടായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ശ്രദ്ധിക്കാതെ പോയാനെ എനിമിനെ. പക്ഷേ ഈ ഒരു പവർ ഇട്ടുകൊണ്ട് തന്നെ ആ എനിമിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ അടിച്ചിട്ടുണ്ട്. ആ എനിമിയെ ഗ്ലൂവാളും കൂടി ഇടാതെ ഓടിയിരുന്നു. അതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ബോട്ടായിരിക്കും. ഈ ഒരു കളിയിലും ഭൂരിപക്ഷം ബോട്ട് തന്നെയാണ്. ബോട്ടില്ലാത്ത കളിയൊന്നും ഞാൻ റെക്കോർഡും ചെയ്തില്ല. ബോട്ടില്ലാത്ത കളി ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഒരു കളിയിൽ നമ്മൾ തോറ്റിട്ടുണ്ടായിരുന്നു. ആ കളിയൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് യൂട്യൂബിൽ വരാത്തത്. ഇനിയുള്ള എല്ലാ കളിയും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഞാൻ ഒരു ദിവസം റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് അത് എഡിറ്റ് ചെയ്ത് അയക്കുന്നത്, യൂട്യൂബിലിടുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു എനിമിനെ കണ്ട്. അത് റിയൽ എനിമിയാണോ അത് ഫേക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിമി അങ്ങോട്ട് പോയാലും നമുക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പവർ ഇടുന്നത്. പിന്നെ എനിമിനെ നമ്മൾ മൈൻഡ് ആക്കുന്നില്ല. അപ്പോഴേക്കും നമുക്ക് അടി കിട്ടിയപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ അലൈവുള്ളൂ. ഇനി ആ എനിമി ഇങ്ങോട്ട് റഷ് ചെയ്യാമല്ലോ ഓടുവാണ്. ഞാൻ മനസ്സിലാക്കാൻ ബോട്ടാന്ന് മനസ്സിലായി. പക്ഷെ അടിച്ചിട്ട് പോയേക്ക് ഹെഡ് ഷോട്ടായിട്ടോ. അതെങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ബോഡിയിലാണ് കൊള്ളുന്ന രീതിയിൽ കാണിച്ചത്. പക്ഷെ അത് ഹെഡായി. ഇപ്പം എനിക്ക് കുറച്ച് ഡാമേജ് അങ്ങ് കിട്ടി. ചാടണ്ടില്ലെന്ന് ഇപ്പോൾ ഓർത്ത് എന്താ പറയുക നെസ്റ്റൊക്കെ റിപ്പയർ ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ സോൺ വന്നുകൊണ്ട് തന്നെ ഞാൻ ബൈസൺ എടുത്ത്. പിന്നെ ഞാൻ അതന്നെ എടുത്ത്. കാരണം വേണ്ട ഏതായാലും ആ അപ്ഗ്രേഡൊക്കെ ചെയ്താൽ ഇനി എനിക്ക് അപ്ഗ്രേഡ് ചെയ്താൽ ഞാൻ ആ കാര്യമൊന്നും ഓർക്കുന്നില്ല. ഞാൻ അതൊന്നും ഓർക്കാതെ ഇതെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുക. ഇനിയാണെങ്കിൽ 5 അലയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു റിയൽ എനിമിയെ തോന്നി നമ്മൾ അടിക്കുന്നുണ്ടായിരുന്നു. ബ്ലൂ വാളിട്ടിട്ട് നമുക്ക് അടി കൊണ്ട്. ഇപ്പം എന്തെങ്കിലും ബഗ്ഗായിരിക്കും എന്ന് വിചാരിച്ച് ഇവിടെ എനിമി എടുത്തെത്തിപ്പോഴേക്ക് ഹെഡ് ഷോട്ട് അടിച്ചങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്തൊരു റിയൽ എനിമി തന്നെയാണെന്ന് തോന്നുന്നു. അവനെയും കണ്ട് അവനെ ഇരുന്നിട്ട് അടിക്കാൻ നോക്കിയപ്പോഴേക്കും ആ റിയൽ എനിമി അല്ലായിരുന്നു, ബോട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു മാച്ച് 14 കില്ലിൽ ബൂയാക്കി അടിച്ച്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ഗൈസ് ഇന്നത്തെ വീഡിയോ. പ്ലാറ്റിനം 1 എത്തിയിട്ടുണ്ട്. ഇനി 2 20